നാടിനെ ഇളക്കി മറിച്ച് കുട്ടിക്കലാശം ആരംഭിച്ചിരിക്കുകയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, വലിയ ആവേശത്തിലാണ് അണികൾ എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? കോഴിക്കോടും കൊട്ടിക്കലാശം പല സ്ഥലങ്ങളിലും തുടങ്ങുന്നതേയുള്ളൂ. ചില സ്ഥലങ്ങളിൽ പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം പോലെയുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ കൊട്ടിക്കലാശം ഇല്ല എന്നുള്ളതാണ്. നമ്മളെന്തായാലും ഫുൾ സെറ്റാണ്. നമ്മളുടെ ടീം ഇവിടെ നിൽക്കുന്നുണ്ട്. ബെൻസൺ, അതോടൊപ്പം ആകാശ്, മുബാറക്ക്, സരീഷ് എല്ലാവരും വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. ബെൻസൺ പോകുന്നത് ബേപ്പൂരാണ്. ബേപ്പൂർ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത്. ബെൻസനോട് പലതവണ പോയിട്ടുള്ളതാണ്. എന്താണ്? അതായത് നമുക്കറിയാം, കേരളത്തിൽ തന്നെ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അത്ര അടുത്തൊരു മത്സരം നടക്കുന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദ് റിയാസും പി വി അൻവറും തമ്മിലുള്ള മത്സരം എന്നുള്ളത് തന്നെയാണ്. പി വി അൻവർ നമുക്കറിയാം 2021 തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പമായിരുന്നു. പിന്നീട് പാർട്ടിക്കെതിരെയും അതോടൊപ്പം തന്നെ പിണറായി വിജയനെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ച് പരാതികൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടിക്ക് പുറത്തേക്ക് വരികയും ഇപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്നു, UDF-ന്റെ ഭാഗമായി മത്സരിക്കുന്നു. അതും മരുമോനിസം അവസാനിപ്പിക്കും, പിണറായിസം അവസാനിപ്പിക്കും എന്നീ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ബേപ്പൂരിൽ മത്സരിക്കുന്നത്. അപ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു കൗതുകമുള്ള മത്സരം തന്നെയാണ്. പക്ഷേ വലിയ രീതിയിലുള്ള എഡ്ജ് ബേപ്പൂരിന്റെ എല്ലാ ആവേശവും ഇന്നത്തെ കൊട്ടിക്കലാശത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ ആകാശ് പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ശക്തമായ മത്സരം നടന്നിട്ടുള്ള എവിടെയാണ്? എനിക്കൊന്ന് ഇത്തവണ എലത്തൂർ മണ്ഡലത്തിൽ ഒരു ശക്തമായ മത്സരത്തിന് സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം 3 തവണ അവിടുന്ന് ജയിച്ചത് AK ശശീന്ദ്രൻ ആയിരുന്നു. അതും കോഴിക്കോട് ഏറ്റവും കൂടുതൽ വോട്ടിൽ 38,000 വോട്ടുകൾക്കാണ് അന്ന് ഭൂരിപക്ഷത്തിലാണ് AK ശശീന്ദ്രൻ ജയിച്ചത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല മത്സരങ്ങൾ. സ്ഥാനാർത്ഥിത്വം മുതൽ തന്നെ വലിയ വിവാദമുണ്ടായിരുന്നു. അതിനുശേഷം ക്ലോക്ക് ചിഹ്നം കഴിഞ്ഞ 3 തവണ AK ശശീന്ദ്രൻ മത്സരിച്ച ക്ലോക്ക് ചിഹ്നം അദ്ദേഹത്തിൽ നിന്ന് നഷ്ടമായി. അതിന് മുബാറക്ക് പോയ സ്ഥലങ്ങളിൽ എങ്ങനെയാണ്? ശക്തമായ മത്സരമുണ്ടാവുമെന്നാണ് പറയുന്നത്. പൊതുവെ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് കോൺഗ്രസിന് ഒരു MLA ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്ന വിവരം. എന്തായാലും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളടക്കം പറയുന്നത് ഈ തവണ ഒരു വലിയ തിരിച്ചുവരവ് കോൺഗ്രസിന് ആവശ്യമാണ്, അത് അനിവാര്യമാണെന്നുള്ളതാണ്. എന്തായാലും ജില്ലയിലാകെ ശക്തമായ മത്സരമുണ്ടാവും. ചില മണ്ഡലങ്ങൾ കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്നും ലീഗ് നിലനിർത്തുമെന്നൊക്കെ പറയുന്നു. എന്നാലും നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും ആ ആവേശം നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽപ്പെട്ട സ്ഥലത്താണ്. അഹമ്മദ് ദേവർകോവിലാണ് സിറ്റിംഗ് MLA. എന്തായാലും വലിയ ആവേശത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ മത്സരം എങ്ങനെയുണ്ട്? മത്സരം അതാണ് അവസ്ഥ. എന്തായാലും അതിശക്തമായ മത്സരം നടക്കുന്നു. പല സ്ഥലങ്ങളിലും കൊട്ടിക്കലാശത്തിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ ബേപ്പൂരിൽ അതിശക്തമായ മത്സരമാണ് നടക്കുക. കോഴിക്കോട് സൗത്ത് ആണെങ്കിലും നോർത്തിലാണെങ്കിലും അത്തരത്തിലുള്ള സമരം അതിശക്തമായ മത്സരം നടക്കുന്നു. പേരാമ്പ്ര, നാദാപുരം, കുറ്റ്യാടി, കൊയിലാണ്ടി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം അതിവാശിയേറിയ മത്സരം, അതിന് സമാനിച്ചുള്ള കൊട്ടിക്കലാശം തന്നെയാണ് ഉള്ളത്. നമ്മുടെ പ്രതിനിധികളെല്ലാം തന്നെ അതാത് സ്ഥലങ്ങളിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. വലിയ ആവേശത്തിൽ